ചോദ്യം ഇതാണ്: ഇവിടെ തന്നിട്ടുള്ള ഫ്രാക്ഷനുകളിൽ, അതായത് ഭിന്നസംഖ്യകളിൽ വെട്ടിക്കുറച്ച് ചെറുതാക്കാൻ കഴിയുന്ന ഭിന്നസംഖ്യ ഏത്? ഇതിൽ വെട്ടിച്ചുരുക്കാൻ കഴിയുന്ന ഭിന്നസംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ഓരോന്നിലും ഓരോ ചെറിയ സംഖ്യകൾ വെച്ച് വെട്ടിക്കളയാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 105 ഹരണം 112 എന്ന ഭിന്നസംഖ്യയാണ് വെട്ടിപ്പോവുകയുള്ളൂ. ബാക്കിയൊന്നും അങ്ങനെ പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. നമുക്ക് ഒന്ന് നോക്കാം. ഇതിൽ 105 ഹരണം 112, 105 ഹരണം 112, ഇതിൽ 7 കൊണ്ട് പോകാൻ നോക്കാം. 10 7 ഒരു പ്രാവശ്യം, ബാക്കി 3, 35 7, 7 5 പ്രാവശ്യം, 112 7, 11 7 ഒരു പ്രാവശ്യം, ബാക്കി 4, 42 7 6 പ്രാവശ്യം. ഇതാണ് വെട്ടിച്ചുരുക്കാൻ പറ്റുന്ന സംഖ്യ, ഭിന്നസംഖ്യ. വെട്ടിച്ചുരുക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അത്. മറ്റൊന്നും അങ്ങനെ വെട്ടിച്ചുരുക്കാൻ കഴിയില്ല. ഇതാണ് ഉത്തരം. ചോദ്യം ഇതാണ്: നിങ്ങൾ 100 രൂപ 40% നിരക്കിൽ കൂട്ടുപലിശയായി നിക്ഷേപിച്ചാൽ ആ വർഷത്തിൻ്റെ അവസാനം എത്ര രൂപ നിങ്ങൾക്ക് ലഭിക്കും? ഇവിടെ പലിശ കണക്കാക്കുന്നത് ക്വാർട്ടർലി ആണ്. നമുക്ക് നോക്കാം. ചോദ്യത്തിൽ പറയുന്നത് 100 രൂപ 40% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അത് കൂട്ടുപലിശയിൽ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ആ വർഷത്തിന് അവസാനം എത്ര രൂപ കിട്ടും? എത്ര എമൗണ്ട് കിട്ടും ആ വർഷത്തിന് അവസാനം? ഇതിപ്പോൾ സാധാരണ ഫോർമുല എന്ന് പറയുമ്പോൾ എമൗണ്ട് സമം പ്രിൻസിപ്പൽ 1 + 6 ഹരണം 100 ഇൻറ്റു ടൈം എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എമൗണ്ട് ഈക്വൽ ടു 100, അതായത് ഇവിടെ തന്നിട്ടുള്ളത് 100 രൂപയാണ്. ആ 100 രൂപ നമ്മൾ പലിശയ്ക്ക്, എത്ര ശതമാനം പലിശയ്ക്ക്? 40% പലിശയാണ്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് ക്വാർട്ടർലി എന്നാണ്. ക്വാർട്ടർലി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ, അതായത് 40% ഇൻട്രസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഒരു വർഷത്തിൽ 4 ക്വാർട്ടറുകളാണ് ഉള്ളത്. അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10% കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതായത് 10 100, ഇവിടെ ടൈമിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? 4 കൊണ്ട് ഗുണിക്കണം. ഇങ്ങനെയാണ് കിട്ടുക. ഇനി മുകളിലുള്ള ഭാഗം ഒന്ന് മായ്ച്ച് കളയാം. ഇനി നമുക്ക് ഈ എമൗണ്ട് എന്നത്
100 ഇൻറ്റു ഈ 100നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 100 തന്നെ, അതിന് കൂടെ 10 കൂട്ടണം. അപ്പോൾ 110 കിട്ടും. 110 ഹരണം 100 ഇൻറ്റു റേസ് ടു 4. കാരണം ഇവിടെ ടൈം എന്ന് പറയുന്നത് ക്വാർട്ടർലി ആയതുകൊണ്ട് ടൈമിൻ്റെ കൂടെ 4 ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതേപോലെ ടൈമിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. രണ്ടും ശ്രദ്ധിക്കുക. കൊണ്ട് ഇൻറ്റു 100 ഇൻറ്റു ഇതിൽ 110 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് നമുക്ക് 0 വെട്ടിക്കളഞ്ഞിട്ട് 11/10 എന്നിടാം ഇൻറ്റു 4. ഇനി 100 ഇൻറ്റു 11/10 എന്നുള്ളത് 1.1 ഇടാം റേസ് ടു 4. പിന്നെ 100 ഇൻറ്റു 1.1 അതിന് 4 റേസ് ടു 4 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 1.4641 ആണ്. അപ്പോൾ നമ്മൾക്കിത് മോഡൽ എഴുതാം. ഇപ്പോൾ ഏത് സംഖ്യേനെയും 100 കൊണ്ട് ഇൻറ്റു ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഡെസിമലാണെന്നുണ്ടെങ്കിൽ 2 പോയിൻ്റ് മാറ്റിയിട്ടാൽ മതി. ഇപ്പോൾ 100 ഇൻറ്റു 1.4641 എന്ന് പറയുമ്പോൾ അതിന് 2 പോയിൻ്റ് മാറ്റി വലതുവശത്തേക്ക് മാറ്റി ആ പോയിൻ്റ് നീക്കിയിടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 146.41 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വർഷത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്നത് 146.41 രൂപയാണ്. മനസ്സിലായില്ലേ? അർജുൻ ജനിച്ചത് 2007 ജനുവരി 1-ാം തീയതിയാണ്. ജനുവരി 1, 2007 എന്നത് ഒരു തിങ്കളാഴ്ചയാണ് എങ്കിൽ അടുത്ത വർഷം, അതായത് ജനുവരി 1, 2008 എന്നത് ഏത് ദിവസമായിരിക്കും? 1 ജാൻ 2007 മൺഡേ. അപ്പോൾ 1 ജാനുവരി 2008 എന്നത് ഏത് ദിവസമായിരിക്കും? ഇത് കണക്കൂട്ടാൻ എളുപ്പമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് ഹരിക്കുക. അപ്പോൾ നമുക്ക് 52 1/7 എന്ന് കിട്ടും. അതായത് ഒരു വർഷത്തിൽ 365 ദിവസമാണുള്ളത്, നോർമൽ ഇയേഴ്സിൽ കേട്ടോ. അത് ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 52 2/7 എന്ന് കിട്ടും. അവിടെ 366 ദിവസം. നമുക്ക് കണക്ക് കൂട്ടാം. ഇതിപ്പോൾ നോർമൽ ഇയേഴ്സാണ്. 2008 അതൊരു ലീപ്പ് ഇയർ ആണെങ്കിൽ പോലും
അതിനിടയ്ക്ക് ജനുവരി എന്ന വർഷം മാത്രമാണ് ഇവിടെ കണക്ക് കൂട്ടേണ്ടൂ. ഫെബ്രുവരി വന്നാൽ മാത്രമാണ് നമുക്ക് ദിവസങ്ങളുടെ എണ്ണം വ്യത്യാസം വരുന്നത്. ഫെബ്രുവരി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ദിവസം കൂടുതലായിട്ട് കണക്കാക്കേണ്ടി വരും. ഇവിടെ ജനുവരി 1, 2007 മുതൽ ജനുവരി 1, 2008 വരെയാണ്. അതിനിടയിൽ ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. അപ്പോൾ നോർമൽ ഇയറായിട്ട് കണക്കാക്കാം. ഇവിടെ കണക്കാക്കേണ്ടത് എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. അതായത് ഈ 2 ഡേറ്റുകൾ തമ്മിൽ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വർഷത്തിൽ ജനുവരി 1, 2007 മുതൽ ജനുവരി 1, 2007 എന്നത് കണക്ക് കൂട്ടുമ്പോൾ 2007 365 ദിവസം അവിടെ ഉണ്ടാവും. അതിൻ്റെ കൂടെ 2008 ജനുവരി 1 എന്ന ഒരു ദിവസം കൂടി കൂട്ടണം. അപ്പോൾ വൺ ഡേ. അപ്പോൾ ടോട്ടൽ എത്ര ദിവസമായി? അപ്പോൾ 365 ദിവസം 2007 365 ദിവസം പ്ലസ് 2008 ഒരു ദിവസം. അപ്പോൾ മൊത്തം എത്ര കിട്ടി? 366. 366 ദിവസത്തിൽ എത്ര ആഴ്ചകളുണ്ടെന്ന് കണക്കൂട്ടാം. അതിന് വേണ്ടിയിട്ട് 366 ഹരണം 7 നമുക്ക് കിട്ടും. 52 ആഴ്ചയും എക്സ്ട്രാ 2 ദിവസവും കിട്ടും. അപ്പോൾ 2/7 എന്ന് കൂട്ടാം. കാരണം നമുക്ക് ഡെസിമൽ കിട്ടിയിട്ട് കാര്യമില്ല, പോയിൻ്റ് കിട്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലെ എന്താ പറയുക, ഒരു ഐഡിയ എന്ന് പറയുന്നത്, മൺഡേ ഒരാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ അത് ഒരാഴ്ച എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അതായത് ഇവിടെ ആ വർഷം തുടങ്ങുന്നത് ഒരു മൺഡേയിലാണ്, അതായത് തിങ്കളാഴ്ച. ഈ തിങ്കളാഴ്ച തുടങ്ങിയിട്ട് ഒരാഴ്ച കംപ്ലീറ്റ് ആകുമ്പോൾ അത് സൺഡേയിൽ അവസാനിക്കുക. അതായത് മൺഡേയിൽ തുടങ്ങുന്ന ഒരാഴ്ച ആ സൺഡേ വരെ കഴിയുമ്പോൾ ഒരു 7 ദിവസത്തെ ഒരാഴ്ചയായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവിടെ ഈ 52 എന്ന് സൂചിപ്പിക്കുന്നത്, അതായത് 52 എന്ന് സൂചിപ്പിക്കുന്നത് ഈ മൺഡേയിൽ തുടങ്ങി സൺഡേയിൽ അവസാനിക്കുന്ന 52 ആഴ്ചകളുണ്ട്. അപ്പം നമുക്കിവിടെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഡേറ്റ് വരുന്നത്? 366 അല്ലേ? അങ്ങനെ പൂർണ്ണമായി 52 ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം അധികമായി വരുന്ന ദിവസങ്ങളാണ് ഈ 2 എന്നത്. അതായത് 2/7 എന്ന് പറയുന്നത് ഒരാഴ്ചയിലെ 2 ദിവസം ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ ഈ 52 ആഴ്ചകളും ഈ മൺഡേയിൽ തുടങ്ങി സൺഡേയിൽ അവസാനിക്കുന്ന, പൂർണ്ണമായിട്ട് അവസാനിക്കുന്ന 52 ആഴ്ചകൾക്ക് ശേഷം പിന്നീട് വരുന്ന 2 ദിവസങ്ങൾ നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് കണക്കാക്കാം. അതായത് മൺഡേയിൽ തുടങ്ങുന്ന 2 ദിവസങ്ങൾ, മൺഡേയിൽ തുടങ്ങി ട്യൂസ്ഡേയിൽ അവസാനിക്കുന്നു. അതായത് 7 തികയ്ക്കാനില്ല. ആ ആഴ്ചയിലെ പൂർണ്ണമായിട്ട് ഒരാഴ്ച തികയ്ക്കാനുള്ള ദിവസങ്ങൾ അതിലില്ല. അതിന് പകരം ഇപ്പം നമുക്ക് മൺഡേയിൽ തുടങ്ങി, അപ്പോൾ ഒരു ദിവസം തുടങ്ങി, ഇനി അടുത്ത ദിവസം ട്യൂസ്ഡേയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ 52ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് 53ാമത്തെ ആഴ്ച തുടങ്ങുമ്പോൾ 2 ദിവസം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, 366 ദിവസം കഴിയുമ്പോൾ ആ ദിവസം എന്നത് ട്യൂസ്ഡേ ആയിരിക്കും. 364 എന്ന് പറയുമ്പോൾ തന്നെ ഒരു 52 ആഴ്ചകൾ അവിടെ പൂർണ്ണമായിട്ട് കഴിയും. അതിന് ശേഷം വരുന്ന 2 ദിവസങ്ങളായിട്ട് കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് ട്യൂസ്ഡേ ആയിട്ടാണ്. കാരണം മൺഡേയിൽ തുടങ്ങി സൺഡേയിൽ അവസാനിക്കുന്നു, പിന്നെ അടുത്ത ദിവസം തുടങ്ങുന്നത് മൺഡേയിലാണ്, പിന്നെ അതിന് അടുത്ത ദിവസം തുടങ്ങുന്നത് ട്യൂസ്ഡേയിലാണ്. അപ്പോൾ 2 ദിവസം, രണ്ടാമത്തെ ദിവസമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ട്യൂസ്ഡേ ആണ്. അപ്പോൾ ജനുവരി 1, 2008 എന്നത് ട്യൂസ്ഡേ ആയിരിക്കും. ഓക്കെ.
മനസ്സിലായില്ലേ? ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ അതിന് ചേർന്ന് പോകുന്ന കൺക്ലൂഷൻസ് ഏതെന്ന് കണ്ടെത്തുക. ആദ്യം തന്നെ നമ്മൾക്ക് ഇതെങ്ങനെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ്. ആദ്യത്തേൽ പൂർണ്ണമായിട്ടും റിലേറ്റഡ്, രണ്ടാമത്തെ കേസിൽ പകുതിയും റിലേറ്റഡ്, മൂന്നാമത്തേൽ യാതൊരു ബന്ധമില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ സർക്കിൾ ഒന്നാമത്തെ സർക്കിളിൽ മുഴുവനായി ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് സർക്കിൾ 2 എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ഒന്നാമത്തെ സർക്കിളിലെ കുറച്ച് കാര്യങ്ങൾ രണ്ടാമത്തെ സർക്കിളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായും രണ്ടാമത്തെ സർക്കിളിൽ ഉൾപ്പെട്ടിട്ടില്ല. നേരെ തിരിച്ചും അതേ കേസാണ്. രണ്ടാമത്തെ സർക്കിളിൻ്റെ കുറച്ച് ഭാഗം ഒന്നാമത്തെ സർക്കിളിൽ, അതായത് ഒന്നാമത്തെ സർക്കിളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, എന്നാൽ രണ്ടാമത്തെ സർക്കിളിൻ്റെ പൂർണ്ണ ഭാഗം ഒന്നാമത്തെ സർക്കിളിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സർക്കിളുകളും തമ്മിൽ യാതൊരു ബന്ധമില്ല. അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്, ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഇത് പറയണത് നമുക്ക് ഇപ്പോൾ എന്ത് സബ്ജക്റ്റ് ആയാൽ പോലും, ഇപ്പോൾ ഒരു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിഗും വൈറ്റും, അല്ലെങ്കിൽ പിഗും പീക്കോക്കും, അല്ലെങ്കിൽ പീക്കോക്കും വൈറ്റും, ഇവ തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി പൈ ഡയഗ്രാം വരയ്ക്കാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, രണ്ട് ഐറ്റംസ്, അത് അൺറിയലിസ്റ്റിക്കാണ്. അൺറിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതായത് ഇപ്പോൾ സം പിഗ്സ് ആർ പീകോക്ക്, അതായത് കുറച്ച് പന്നികൾ മയിലുകളാണ് എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചിന്തിക്കുക എങ്ങനെയാണ് പന്നികൾ പീകോക്ക് ആവുന്നതെന്ന്. അപ്പോൾ അങ്ങനൊരു അങ്ങനൊരു ലോജിക്ക് ഇതിൽ കാണാൻ പാടില്ല. രണ്ടും വ്യത്യസ്ത വാക്കുകൾ അത്രയും തന്നെ, അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു അത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വരയ്ക്കാം. ഒരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റ് എന്നുള്ളത്. അപ്പോൾ വൈറ്റിന് നമുക്കൊരു സർക്കിളിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ വൈറ്റിനെ സർക്കിളിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എല്ലാ പിഗ്സും വൈറ്റ് ആണെന്ന് പറയുമ്പോൾ, അപ്പോൾ പിഗിനെ എവിടെ റെപ്രസെൻ്റ് ചെയ്യും? പിഗിനെ വൈറ്റിൻ്റെ ഉള്ളിൽ റെപ്രസെൻ്റ് ചെയ്യും. കാരണം ഈ പിഗിൻ്റെ എന്തെങ്കിലും ഭാഗം പുറത്ത് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം വൈറ്റ് അല്ലാത്ത പിഗുകളും ഉണ്ടെന്നാണ്. പക്ഷെ അത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടില്ല. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ പിഗുകളും വൈറ്റ് ആണെന്നാണ്. അപ്പോൾ വൈറ്റ് അല്ലാത്ത വേറെ പിഗുകളില്ല. അപ്പോൾ നമ്മൾ വൈറ്റിനെ ഒരു വലിയ സർക്കിൾ റെപ്രസെൻ്റ് ചെയ്തു, പിഗിനെ അതിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ വെള്ളയല്ലാത്ത പിഗുകൾ വേറെ ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സം വൈറ്റ്സ് ആർ പീകോക്ക്, അല്ലെങ്കിൽ നേരെ തിരിച്ചു. അപ്പോൾ അതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ വൈറ്റിൻ്റെ കുറച്ച് ഭാഗം പീകോക്കാണ്. അപ്പോൾ പീകോക്കിൻ്റെ ഭാഗത്തിലോട്ട് ചേർത്തിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതിന് പീകോക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. പീകോക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ വൈറ്റിന് കുറച്ച് ഭാഗം മാത്രമാണ് പീകോക്കായിട്ട് പോയിട്ടുള്ളൂ. അതിനർത്ഥം വൈറ്റിൽ പീകോക്ക് അല്ലാത്ത ഭാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ പീകോക്കിന് വൈറ്റ് അല്ലാത്ത ഭാഗങ്ങളുമുണ്ട്. അതായത് പീകോക്കിൽ പെടുന്ന എല്ലാവരും വൈറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയല്ല കൊടുത്താണ്. അതേപോലെ വൈറ്റിൽ പെടുന്ന എല്ലാവരും പീകോക്ക് ആണെന്നും അവിടെ റിലേഷൻ ഇല്ല. അപ്പോൾ സം വൈറ്റ്സ് ആർ പീകോക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണോ നമ്മൾ മോഡൽ കാണിച്ചിട്ടുള്ളത് അതേ രീതിയിൽ.
ഇനി നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് അടിസ്ഥാനത്തിൽ കൺക്ലൂഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഏതൊക്കെ കൺക്ലൂഷനാണ് ഇതിനെ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ പറഞ്ഞിട്ടുള്ളത് സം പീകോക്സ് ആർ പിഗ്. സം പീകോക്സ് ആർ പിഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പീകോക്ക് കുറച്ച് ഭാഗം വൈറ്റിലുണ്ട്, ഈ പിഗ് മൊത്തമായി വൈറ്റിലുണ്ട്, വൈറ്റ് എന്ന സർക്കിളിലുണ്ട്. പക്ഷേ ഈ പീകോക്ക് പിഗുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തെങ്കിലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ എന്തെങ്കിലും റിലേഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് കൺക്ലൂഷനിൽ പറഞ്ഞിട്ടുള്ള പോലെ ഏതെങ്കിലും ഒരു ബന്ധം പീകോക്കും പിഗുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം നമ്മൾ ഇപ്പോൾ ഈ വൈറ്റ് എന്ന ഈ സർക്കിള് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിഗും പീകോക്കും തമ്മിൽ ഇതേ രീതിയിലുള്ള, അതായത് മൊത്തമായി അകത്തോ അല്ലെങ്കിൽ കുറച്ച് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന സർക്കിളോ അല്ല പിഗും പീകോക്കും തമ്മിൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റായ സം പീകോക്സ് ആർ പിഗ് എന്നുള്ള കൺക്ലൂഷന് ശരിയാണെന്ന് വയ്ക്കുന്ന ഒരു രീതിയിലല്ല ഇവിടെ നമ്മുടെ ഡയഗ്രാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൺക്ലൂഷൻ 1 എന്നുള്ളത് നമുക്കത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇനി അടുത്ത കൺക്ലൂഷൻ നോക്കാം. സം വൈറ്റ്സ് ആർ പിഗ്സ്. സം വൈറ്റ്സ് ആർ പിഗ്, അതായത് കുറച്ച് വെള്ള, അതായത് വൈറ്റ് എന്നത് പിഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സർക്കിളിൻ്റെ ഒരു ഇതാണ്, അതിൽ കുറച്ച് ഭാഗം പിഗ്ഗാണ്. അതായത് എല്ലാ പിഗ്ഗുകളും വൈറ്റ് ആണെന്ന് പറയുന്നതിൻ്റെ നേരെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ വൈറ്റിൽ കുറച്ച് ഭാഗം പിഗ്ഗുകളുണ്ട്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് 2. അപ്പോൾ നമുക്ക് നോക്കാം ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോയെന്ന്. കാരണം വെള്ളയിലെ മൊത്തം ഭാഗം പിഗ് അല്ല, പക്ഷെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിഗ് ഉള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ കൺക്ലൂഷൻ 2 എന്നത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും, അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ പറ്റും. കാരണം ഈ വൈറ്റിൻ്റെ ഉള്ളിലാണല്ലോ പിഗ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും വൈറ്റിൻ്റെ കുറച്ച് ഭാഗം പിഗ് എന്നാണെന്നുള്ള കൺക്ലൂഷൻ ശരിയായിരിക്കും. പക്ഷെ ഒന്നാമത്തെ കൺക്ലൂഷനിൽ പറഞ്ഞിട്ടുള്ള പോലെ പിഗും പീകോക്കും തമ്മിലുള്ള യാതൊരു റിലേഷനും അവിടെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കൺക്ലൂഷൻ 2 alone ഫോളോസ്, അതായത് കൺക്ലൂഷൻ 2 മാത്രം ഫോളോ ചെയ്യുന്നു എന്നാണ്. താഴെ തന്നിരിക്കുന്ന 3 ജോഡി ആൽഫബറ്റ് സീരീസുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി 4ാമത്തെ സെറ്റ് കണ്ടെത്തുക. നമുക്ക് ഈ സീരീസ് കണ്ടെത്തലാണ്. ഇപ്പോൾ 3 സെറ്റ് തന്നിട്ടുണ്ട്, അതിൽ ഓരോ ലെറ്ററുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അടുത്ത സെറ്റ് ഏതാണെന്ന് കണ്ടെത്താം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ CVETHQ. അപ്പോൾ ആദ്യത്തെ ലെറ്ററുകൾ മാത്രം നോക്കാം. ആദ്യത്തെ സെറ്റിൽ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് C ആണ്. രണ്ടാമത്തെ സെറ്റിൽ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് E ആണ്. മൂന്നാമത്തെ സെറ്റിൽ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് H ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. ഈ സിയും ഇയും തമ്മിലുള്ള ലെറ്ററുകളുടെ ഗ്യാപ്പ് എത്രയാണെന്ന് കണ്ടെത്താം. അതായത് C ആൽഫബറ്റ് ഓർഡറിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ C കഴിഞ്ഞിട്ട് പിന്നെ D ഉണ്ട്, അതിന് ശേഷമാണ് E വരുന്നത്. എന്നാൽ ഇക്ക് ശേഷം H വരുന്നത് അതിനിടയിൽ ഒരു ലെറ്റർ അല്ല ഉള്ളത്. E കഴിഞ്ഞിട്ട് F ഉണ്ട്, G ഉണ്ട്, അതിന് ശേഷമാണ് H വരുന്നത്. അപ്പോൾ ആ 2 ലെറ്ററുകളുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇയും എച്ചും തമ്മിലുള്ള ലെറ്ററുകളുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് FG എന്നീ 2 ലെറ്ററുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. എങ്കിൽ ഈ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് 4ാമത്തെ സെറ്റിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്താണെന്ന് കണ്ടെത്താം. അപ്പോൾ നമുക്ക് 2 ലോജിക്കാണുള്ളത്. ഒന്ന്, നിലവിലെ ഗ്യാപ്പിനേക്കാൾ 2 ഇരട്ടിയായിരിക്കും
അതായത് നിലവിലെ ഗ്യാപ്പിൻ്റെ ഇരട്ടിയായിരിക്കും അടുത്ത ഗ്യാപ്പ്. അതായത് ഡി എന്നത് ഒരു ലെറ്റർ, അതിന് ശേഷം വരുന്ന 2 ലെറ്ററുകളുടെ ഗ്യാപ്പ് എന്നത് എഫ് ജി എന്നുള്ള 2 ലെറ്ററുകൾ അതിൻ്റെ ഇടയിൽ വന്നു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ അതായത് 3 സെറ്റുകൾ കഴിഞ്ഞ് 4ാമത്തെ സെറ്റ് വരുമ്പോൾ അത് എത്ര ലെറ്ററുകളുടെ ഗ്യാപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 3 ലെറ്ററുകൾ വെച്ച് നോക്കാം. അതായത് ഇൻക്രീസിങ് ഓർഡറിൽ 1, 2, 3 എന്നീ നിലയിലാണോ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ്റെ സഹായം വേണം ഇതിൽ. ഞാൻ പക്ഷേ കറക്റ്റ് ആൻസർ മാത്രമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ഒരു പക്ഷേ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ അത് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഈ ഡി കഴിഞ്ഞു, ഈ എഫ് ജി എച്ച് വന്നു, പിന്നെ എച്ച് ഐ ജെ കെ 3 ഗ്യാപ്പ് ഇട്ടു. അതായത് 3 ലെറ്ററുകളുടെ ഗ്യാപ്പ് ഇട്ടു. ഇനി വരുന്ന സംഖ്യ അതായത് ലെറ്റർ എന്ന് പറയുന്നത് എല്ലാണ്, ജെ കെ എൽ. അപ്പോൾ നമുക്ക് 4ാമത്തെ സെറ്റിൻ്റെ ആദ്യത്തെ ലെറ്റർ കിട്ടി. ഇനി 4ാമത്തെ സെറ്റിൻ്റെ 2ാമത്തെ ലെറ്ററാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് കളറിന് മാറ്റി പിടിക്കാം, നീലെടുക്കാം. ഇനി വി, യു വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. അപ്പോൾ അത് ഡിക്രീസിങ് ഓർഡറിലാണ് പോകുന്നത്. ആദ്യം ഇൻക്രീസിങ് ഓർഡറിലാണ് വന്നത്, ഇനി ഡിക്രീസിങ് ഓർഡറിലാണ് വന്നത്. അപ്പോൾ ക്യൂ, ഒ പി ക്യൂ, ആർ എസ് ടി, അതായത് ക്യൂ കഴിഞ്ഞിട്ട് പുറകിലോട്ടുള്ള പോകുന്നത്. ക്യൂ ആർ എസ് ടി, ആറ് വന്നു, എസ് വന്നു, അത് കഴിഞ്ഞിട്ടാണ് ടി വന്നത്. അതിന് ശേഷം ടി കഴിഞ്ഞിട്ട് യു ആർ എസ് ടി, പിന്നെ യു, പിന്നെ വി ആണ്. അപ്പോൾ യു വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ വി ആണ്. അപ്പോൾ ടിയും വിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഒരു ലെറ്ററിൻ്റെ മാത്രം വ്യത്യാസമാണ്. ക്യൂവും ടിയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് 2 ലെറ്ററുകളുടെ വ്യത്യാസമാണ്. അപ്പോൾ ക്യൂവിന് മുമ്പിലുള്ള 3 ലെറ്ററുകൾ മുമ്പിലുള്ള ഒരു ലെറ്റർ ആയിരിക്കണം, അതായത് 4ാമത്തെ സെറ്റിൻ്റെ 2ാമത്തെ ലെറ്ററായി വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്യൂവിന് മുമ്പ് എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യൂ. നമുക്ക് ക്യൂ വരെ എഴുതി. ക്യൂവിൻ്റെ 3 ലെറ്ററുകൾ മുൻപ്, അതായത് കണക്കാക്കേണ്ടത് ക്യൂ, അതിന് മുൻപുള്ള 3 ലെറ്ററുകൾ, അത് കഴിഞ്ഞിട്ട് ഏതാ ലെറ്ററുകൾ വരാം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 3 ലെറ്ററുകൾ കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 3 ലെറ്ററുകൾ ഇവിടെ കഴിയുമ്പോൾ 4ാമത്തെ ലെറ്റർ ആയിട്ട് വരുന്നത് എം ആണ്. അപ്പോൾ 3 ഗ്യാപ്പ് ഇവിടെ നമ്മൾ പി ഒ എൻ, പി ഒ എൻ ആണ് അവിടെ ഗ്യാപ്പ് വരുന്നത്. പിന്നീട് വരുന്ന ലെറ്റർ എം ആണ്. അപ്പോൾ എല്ലിൻ്റെ കൂടെ എം എഴുതാം. അപ്പോൾ ആദ്യത്തെ 3 സെറ്റുകളുടെ അടിസ്ഥാനത്തിൽ 4ാമത്തെ സെറ്റ് നമ്മൾ കണ്ടെത്തുമ്പോൾ, ആ ലോജിക്ക് അനുസരിച്ച് കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4ാമത്തെ സെറ്റ് എന്നത് എൽ എം എന്നാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, ഇങ്ങനത്തെ സീരീസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഡി കഴിഞ്ഞിട്ട് എഫ് ജി 2 ലെറ്ററുകളായിട്ടാണ് മാറിയത്. അതിനുശേഷം 3 ലെറ്റർ ആണോ വരേണ്ടത്, അതോ ഈ തൊട്ടു മുമ്പത്തെ എത്ര ലെറ്ററുകളുടെ വ്യത്യാസമുണ്ട് അതിന് ഇരട്ടിയാണോ വരേണ്ടതെന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ ഓപ്ഷൻ്റെ ഇത് കണ്ടിട്ടാണ്.
അപ്പോൾ ഇവിടെ ഇത് LM ആണ്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ 1, 2, 3 അങ്ങനെയുള്ള വ്യത്യാസത്തിലാണ് പോകുന്നത് ഇൻക്രീസിങ് ഓർഡറിൽ. രണ്ട് ലെറ്ററുകളുടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ അതാണ്. അപ്പോൾ ഇതാണ് ഉത്തരം. താഴെ തന്നിരിക്കുന്ന 4 ആൽഫ ന്യൂമറിക് സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തി 5ാമതായി വരുന്ന ആൽഫ ന്യൂമറിക് സംഖ്യ ഏതെന്ന് കണ്ടെത്തുക. അടുത്തൊരു സീരീസിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇതിൽ 4 സെറ്റുകൾ തന്നിട്ടുണ്ട് ആൽഫ ന്യൂമറിക്. ഇനി 5ാമത്തെ സെറ്റ് ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ന്യൂമറൽസ് മാത്രം എടുത്ത് നോക്കാം. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 12, 15, 18, 21. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 വീതമാണ് കൂട്ടി പോകുന്നത്. 3 വീതം കൂട്ടി പോയി കഴിയുമ്പോൾ 12, 15, 18, 21. അപ്പോൾ അടുത്ത ന്യൂമറൽ ഭാഗം എന്ന് പറയുന്നത് 24 ആയിരിക്കും. അതിനറിയാലോ, ഈ 12ൽ നിന്ന് 3 കൂട്ടുമ്പോഴാണ് 15 കിട്ടുന്നത്. 15ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 18, 18നോട് 3 കൂട്ടുമ്പോൾ 21. അങ്ങനെയാണെങ്കിൽ 21നോട് 3 കൂട്ടുമ്പോൾ 24 കിട്ടണം. ഇനി നമുക്ക് ഈ ആൽഫബറ്റ് സീരീസ് എങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷനാവും. E കഴിഞ്ഞിട്ട് B, പിന്നെ Y. അപ്പോൾ യാതൊരു ബന്ധമില്ലാത്ത പോലെയാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ എന്തായിരിക്കും? ഡിക്രീസിങ് ഓർഡർ ആയിരിക്കും. ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ E കഴിഞ്ഞിട്ട് പിന്നെ B വന്നു കഴിഞ്ഞാൽ പിന്നെ Aയിൽ അവസാനിക്കുമല്ലോ. അപ്പോൾ Aയിൽ അവസാനിച്ച് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ Y വന്നു നമുക്ക് കണക്കാക്കാം. അപ്പോൾ എന്താണ്, ഈ ആദ്യത്തെ ആൽഫബറ്റ് സീരീസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സീരീസ് തുടങ്ങുന്നത് സെഡിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അതായത് ഒരു ആദ്യത്തെ 2 E, B, E, F, G അങ്ങനെ പോകണം. അതിൻ്റെ നേരെ കുറഞ്ഞ് വന്നിട്ട് D, C, B, A കഴിഞ്ഞിട്ട് പിന്നെ സെഡാണ് വരുന്നത്. മനസ്സിലായില്ലേ? സെഡ് അതിന് ശേഷം Y. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. E, D, C, B, A, Z, Y, W, V, U, T, S. നമുക്കിവിടെ ശ്രദ്ധിക്കാം, ഇവിടെ 2 ലെറ്ററിൻ്റെ ഗ്യാപ്പിലാണ് സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോണത്. അതായത് E കഴിഞ്ഞിട്ട് പിന്നെ D, C, അത് കഴിഞ്ഞിട്ടാണ് B വരുന്നത്. അതിന് ശേഷം Bക്ക് ശേഷം A, Z കഴിഞ്ഞതിന് ശേഷമാണ് Y വരുന്നത്. അതേപോലെ തന്നെ Yക്ക് ശേഷം W, ഇവിടെ ഒരു X ഉണ്ട്, സോറി ഞാനത് മാർക്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ രണ്ട് ലെറ്ററുകൾക്ക് ശേഷം മാത്രമാണ് V വരുന്നത്. Vക്ക് ശേഷം 2 ലെറ്ററുകൾ വരും. അതിന് ശേഷമാണ് ഈ സീരീസിനെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലെറ്റർ വരാം. അത് നമുക്ക് നോക്കാം. Eക്ക് ശേഷം DC, അതിന് ശേഷം B, Bക്ക് ശേഷം A, Z, അതിന് ശേഷം Y, Yക്ക് ശേഷം XW, അതിന് ശേഷം V, പിന്നെ Vയിൽ നിന്ന് നോക്കുമ്പോൾ UT, അതിന് ശേഷം മാത്രമാണ് S വരുന്നത്. അപ്പോൾ Vക്ക് ശേഷം 2 ലെറ്റർ കഴിയുമ്പോൾ പിന്നീട് വരുന്ന 3ാമത്തെ ലെറ്റർ എന്ന് പറയുന്നതാണ് ഈ സീരീസിൻ്റെ ആൽഫബറ്റ് ഭാഗം ഫില്ല് ചെയ്യാനുള്ള ലെറ്റർ. അപ്പോൾ 24S. മനസ്സിലായില്ലേ?